പിന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ട ആളുകളാണ് നമുക്കറിയാതെ CPM-കാരാണ്. CPM-കാർ വളരെ ശക്തമായിട്ട് രംഗത്തിറക്കിയിട്ടുണ്ട്. ഓ എന്നാ പിന്നെ പേടിക്കണ്ട, തനിക്കൊന്നും വേറെ പണിയില്ലടോ. ഇല്ലേ സാർ, ഇന്റെ ഒരു പണി താൻ തെറിയും. MA ബേബി അപലപിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ഉടനെ തന്നെ പത്രപ്രസ്താവന പുറപ്പെടുവിച്ചു. പിന്നെ പിണറായി വിജയൻ പ്രതികരിച്ചു. മടിയിൽ കനവില്ലാത്ത ഒരു വഴി ഭയമെന്തിനാ സാറേ? കുറെ കാലം തൊഴിൽ ഉദാഹരണം കൊണ്ട് നടക്കണേ. MV ഗോവിന്ദൻ താത്വികമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഗോവിന്ദ, എന്തോ എന്റെ സമയം മെനക്കെടുത്താ പോവാൻ നോക്കുന്നുണ്ടോ? ഡിവൈഎഫ്ഐയുടെ അനിഷേധ്യ നേതാക്കളായിട്ടുള്ള ഡബിൾ റഹീം. So, can you make a ഇതാണ് വിക്കം വിവരക്കേട് ഒന്നിച്ചു വന്നുള്ള കുഴപ്പം. അതുപോലെ വാസിഫും പിന്നെ സനോജും SFIയുടെ ഡിഗ്രി ബാലന്മാരും എല്ലാം വമ്പിച്ച പ്രതിഷേധവുമായിട്ട് റോഡിലിറങ്ങി. RDPയുടെ ചുവന്ന കൊടി പുറപ്പിച്ചുകൊണ്ടുള്ള ശവയാത്ര ഈ നാടിനെ പ്രകമ്പനം കൊള്ളിക്കും. ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞ മാതിരിയായി. കിഴക്കുമ്പോഴത്തെ നിരാവുച്ചയിൽ പട്ടിക്കെതിരാ മുറുമുറുപ്പ്. ഇതിന്റെ ഒരു വിഷയം പൊതുവായിട്ട് നമ്മൾ കാണുന്നത് ഈ സോക്കോൾഡ് മനുഷ്യത്വ ലെഫ്റ്റ്, ഇസ്ലാമോ ലെഫ്റ്റ്, അത് രണ്ടുകൂടെ പറയുമ്പോൾ രണ്ടും ഈ ഇസ്ലാമോ ലെഫ്റ്റ് എന്താണോ October 7 ചെയ്തത് അതേ മോഡലില് ഇറാനെതിരെയുള്ള ആക്രമണം ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ആ പഴയ പിക്കപ്പ് ഇല്ല. ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങി എന്നെ. ആ പരപ്പ് ഇവിടെ വേഗം പോകുന്നില്ല. എങ്ങനെ 1200 പേരെ കൊന്നതള്ളിയ ഹമാസിന്റെ കൃത്യത്തെ കുറിച്ച് ആരും മിണ്ടുന്നില്ല. മറിച്ച് അതിനെതിരെ ഇസ്രായേൽ നടത്തിയ പ്രതികരണത്തെ കുറിച്ചായിരുന്നു വലിയ തോതിലുള്ള ബഹളം. ഇത് ഇപ്പോഴും നോക്കൂ, കേരളത്തിൽ ഏറ്റവും വലിയ ബഹളം നടക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, പാലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ എന്നൊക്കെയുള്ള പാട്ടുകളും ഒക്കെ ഇറക്കിയത് അങ്ങനെയാണ്. അവൻ ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ അതവന്റെ അല്ല. അത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ, ഇതിന് മാത്രം ഗർഭിണികൾ എവിടാ? പാലസ്തീനിൽ ഏത് അമാച്ചനാണ്? പാലസ്തീൻകാർക്ക് കേരളം ഉണ്ടെന്ന് വല്ല തോന്നലുണ്ടോ? അറിയാമോ അവർക്ക്? ഹമാസിലെ ആരെങ്കിലും വിളിച്ചു ചോദിക്കുക, ചേട്ടാ കേരളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അറിയാമോ എന്ന് ചോദിക്കുക. അറിയില്ല അവർക്ക്. ആരറിയും? അവരെത്ര ദൂരെ കിടക്കുന്നു. ഇനി അമേരിക്കയെ പൂട്ടിക്കെട്ടിച്ചിട്ട് വേറെ കാര്യമുള്ളൂ എന്നുള്ളതാണ് SFIയുടെ പ്രഖ്യാപിതമായ നയം. ട്രംപിനോട് അവർ പറയുന്നത് യുവർ ഡാൽ വില്ലോട്ട് പൂക്കുക, ട്രംപിന്റെ പരിപ്പ് ഇറാനിൽ വേവില്ല എന്ന്. അവന്റെ അഭ്യാസം ഈ ആരോമൽ ചേകവരോട് വേണ്ട എന്ന് പറഞ്ഞേക്കൂ. കേരളത്തിലെ എനിക്ക് മനസ്സിലാകും, കേരളത്തിലെ CPM ഇപ്പൊ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെ. അതിനർത്ഥം എന്താ? ഇവര് ഇറാനെ അനുകൂലിക്കുന്നു. നല്ലതിനർത്ഥം ഇറാനെ അനുകൂലിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിലേക്ക് ഇറാൻ നടത്തുന്ന ആക്രമണത്തെ അനുകൂലിക്കുന്നു എന്നുകൂടിയാണ് അർത്ഥം. അത് മനസ്സിലാവാഞ്ഞിട്ട് അതിന്റെ ഒരു വൈരുദ്ധ്യം മനസ്സിലാവാൻ. വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ഏതായാലും പരിപ്പ് വേവില്ലോ എന്നുള്ള വേറെ കാര്യമാണ്. തെരഞ്ഞെടുപ്പ് അടുത്തേക്കുന്ന സമയത്ത് മുസ്ലിം ലീഗുകാർക്ക് പ്രതികരിക്കുന്നതിന് പല പരിമിതികളുമുണ്ട്, പരാധീനതകളുമുണ്ട്, പരിധികളുമുണ്ട്. നേരെ പറഞ്ഞ് മാർക്സിസ്റ്റുകാർക്ക് പ്രതികരിക്കുന്നതിന് യാതൊരു തടസ്സമില്ല. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. ഇറാനെ രക്ഷിച്ചിട്ട് ഇനി വേറെ കാര്യമുള്ളൂ. ഇറാനെ വീണ്ടെടുത്തിട്ടേ വേറെ കാര്യമുള്ളൂ. അമേരിക്കയുടെ അവസാനത്തെ ഭടൻ പോലും ഇറാനിൽ നിന്ന് പോയതിനു ശേഷം ഇസ്രായേലിന്റെ അവസാനത്തെ വിമാനം വരെ വെടിവെച്ച് വീഴ്ചതിന് ശേഷം മാത്രമേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിശ്രമമുള്ളൂ. അതിനുശേഷമേ ഇനി ഗോവിന്ദ മാഷ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോലും കടക്കും. ഇപ്പൊ നിന്നെ കണ്ടിട്ടുണ്ടല്ലോ, ഏതോ വീരനായകനെ കാണുന്ന ഒരു പ്രതീതിയാണ് എനിക്ക്. അപ്പൊ MA ബേബിയും ഡബിൾ റഹീമും ഗോവിന്ദ മാഷും വസീഫും ശിവപ്രസാദും ഉള്ളിടത്തോളം കാലം അമേരിക്കക്കാർക്ക് ഇറാനിൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റുകയില്ല. നേരാവണ്ണം വല്ല ജോലിയും ചെയ്ത് ജീവിച്ചോണം. കുത്തി കൊലലെടുത്തളിയും ഞാൻ. കൊല്ലും കൊലയും കീഴരിക്ക് പുത്തരിയല്ലടാ. ഇറാനു വേണ്ടി പാർട്ടി സഖാക്കൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങും. ഒരു കാവൽപ്പട്ടിയെ പോലെ എന്ന് ഞാൻ ഉണ്ടാവും. അത് ഈ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരില്ല. അവരുടെ വിചാരം ഇറാനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടും. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ മാനുഷിക പരിഗണന അല്ലാതെ വേറൊരു മാനദണ്ഡവും നമുക്കിതിലില്ല. എന്റെ അമ്മ സത്യം. നിന്നെ ഞാൻ ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലേ. ഡിവൈഎഫ്ഐ, SFI, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, കർഷക തൊഴിലാളി സംഘടന എന്ന് വേണ്ട സകല സംഘടനകളും ഈ ധർമ്മ സമരത്തിൽ പങ്കെടുക്കും. അങ്ങനെ ഇറാന്റെ പരമാധികാരവും അവരുടെ സ്വയം നിർണയാവകാശവും ഉറപ്പിക്കും. അങ്ങനെ അമേരിക്കയെ നമ്മൾ കൂട്ടി. പാണ്ടിലോറി പാഞ്ഞൊരുമ്പോ ചില മാക്കറുകൾ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കും. ഇതെന്താ ഈ പറയുന്നത്? ശത്രുവിന്റെ ശത്രു നമ്മളുടെയും ശത്രു ആയിരിക്കണം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പോസിബിൾ അല്ല. രാഷ്ട്രീയത്തിന് സ്ഥിരം ശത്രുക്കളുമില്ല, മിത്രങ്ങളുമില്ല. ഈ വിവരദോഷോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ ചോദിക്കട്ടെ, ലോക മുസ്ലിങ്ങളുടെ മെക്ക സൗദി അറേബ്യ, അവര് ഇസ്രായേലുമായിട്ട് നല്ല ബന്ധത്തിലല്ലേ? പിന്നെ എന്താ ഇന്ത്യ ഇസ്രായേലുമായിട്ട് നല്ല ബന്ധത്തിലായാൽ? ഇതൊക്കെ നമ്മൾ തമ്മിൽ പറയാന്നല്ലേ ഉള്ളൂ. അങ്ങേരെടുത്തെന്ന് പറഞ്ഞാ തലയിൽ കയറണ്ടേ?
ഓത്തിന്റെ അടുത്ത് വേദം മൂന്നിട്ട് എന്താ കാര്യം? പാലസ്തീനെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. പാലസ്തീനെ യുണൈറ്റഡ് നേഷൻസിൽ മെമ്പർ ആക്കിയിട്ടില്ല. അതിന് നമ്മൾ എന്ത് വേണം? എന്ത് സംഭവിച്ചാലും എനിക്ക് ആ കടക്കപ്രതിയില്ലാത്തത്. ഒരു ഇറാനും ഇറാഖും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാലസ്തീന് വേണ്ടിയിട്ട് മരിക്കാനുള്ളവരാണോ ഇന്ത്യക്കാര്? അവന്റെ പേര് പറഞ്ഞു മനസ്സമാധാനം മുഴുവൻ കെടുത്തിയമ്മേ. എന്താ പാലസ്തീനാണോ നാട്ടിലെ ഏറ്റവും വലിയ മാന്യന്മാര്? ഈ തെമാടിത്തരത്തിനൊന്നും കൂട്ടു നിൽക്കാൻ പറ്റില്ല. ഈ നോൺസെൻസ് കുറെ കാലം കോൺഗ്രസ് കൊണ്ടു നടന്നു. കുറെ കാലായി ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ആ പരിപ്പ് ഇവിടെ വേവില്ല കേട്ടോടാ പുന്നാര മോനെ. പാലസ്തീനെ പിന്തുണച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടും. ഇതാണല്ലോ ഇതിനകത്തെ രഹസ്യം. ഇതല്ലാതെ ഒന്നുമില്ല. കാളകള് വാല് പൊക്കുന്ന കണ്ടപ്പോഴേ ഞങ്ങൾക്ക് തോന്നി. ഓ, പറയാനുള്ള കാര്യം പറഞ്ഞല്ലോ. ഇതാണ് വേണ്ടപ്പെട്ടവരെ കണ്ടാ പറയാനുള്ള കാര്യങ്ങൾ മറന്നുപോകും. ആ പിന്നെ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അലി ഖാമനെയി, പുള്ളി ഹൈഡിങ്ങിൽ പോയി. പിന്നെ പുറത്തു വന്നതൊക്കെ വളരെയധികം സൂര്യപ്രകാശമൊന്നും ലഭിക്കാതെ കുറെ ദിവസം ഉള്ളിലായിരുന്നു. അപ്പോൾ വളരെ വിളറി ഒക്കെയാണ് കാണപ്പെട്ടത്. 16 ദിവസം കഴിഞ്ഞിട്ടാണ് പുള്ളി പുറത്തു വന്നത്. എന്നിട്ട് എന്തായി? ദയനീയമായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഖമനയി കാണിച്ച ഒരബദ്ധം, ജൂതന്മാരെ ലോകത്ത് നിന്ന് ഞാൻ ഇല്ലാതെയാക്കും, ഇസ്രായേൽ എന്നുള്ള രാജ്യം ഇല്ലാതെയാക്കും. ഇല്ല പടവീട, ഷൺമുഖനല്ല, ചാവേണ്ടത് നീയാണ്. നീ ഇനി വേണ്ട. പിന്നെ വേറൊരാളെ ഇല്ലാതെയാക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അതിങ്ങനെ പരസ്യമായിട്ട് വിളിച്ച് പറയാം. ബുദ്ധി ഇല്ലെങ്കിൽ എന്താ ചെയ്യാ? അയാൾ വെറുതെ അയാളും അയാളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഉപായങ്ങളൊക്കെ നോക്കും. അയാളെ പൊക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വളരെയേറെ ക്ഷമിച്ചു നോക്കി. സമ്മതിക്കില്ലെന്ന് പറഞ്ഞ എന്ത് ചെയ്യും? ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഖാമനയുടെ പൊതുവെ നമ്മൾ കാണുന്ന ഒരു കാര്യം, പുള്ളി ഈവൻ പ്രാർത്ഥനാ മീറ്റിങ്ങുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ആകാശത്തേക്ക് നോക്കുന്നതും മിസൈലുകൾ വരുന്നോ എന്ന് ശ്രദ്ധിക്കുന്നതും ഒക്കെ, അങ്ങനെ കുറെ വീഡിയോകൾ പബ്ലിക് ഫംഗ്ഷനിൽ തന്നെ നമ്മൾ കണ്ടു. ഇങ്ങനെ ഭയന്ന് അതാ അകത്തായത്. കള്ളക്കടത്തും കൊലപാതകവും ഒക്കെ ചെയ്യുന്നവനെ ഇങ്ങനെ പേടിത്തൊണ്ടനാവരുത്. താനിക്കത് പറയാം.